എറണാകുളം ബിഷപ്പ് ഹൗസിലെ സംഘർഷത്തിൽ ഇതുവരെയും സമവായമാവുന്നില്ല. വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നു. ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് 21 വൈദികർക്കെതിരെയും SI അടക്കം പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയുമാണ് കേസെടുത്തത്. എറണാകുളം ബിഷപ്പ് ഹൗസിലെ സംഘർഷ സാഹചര്യങ്ങൾക്ക് ഇതുവരെയും അയവ് വന്നിട്ടില്ല. ഇപ്പോഴും ബിഷപ്പ് ഹൗസിന്റെ വളപ്പിൽ സമരവുമായി വിമത വൈദികരും നീക്കം നടത്തുകയാണ്. അവിടെ പോലീസിന്റെ ഇടപെടലിന് ഇന്നലെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇന്നും സമാനമായ നീക്കങ്ങൾ. എന്തായാലും വൈദികർക്കെതിരെ അടക്കം കേസ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സമവായം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല വൈദികർക്കെതിരെ കൂടി കേസ് വരികയാണ്. സ്വാഭാവികമായും വിമതരുടെ നീക്കം അതിശക്തമായി തന്നെ തുടരാനല്ലേ സാധ്യത? എന്താണ് നിലവിൽ കൊച്ചിയുടെ സാഹചര്യം? സമരം ഒരു ശക്തമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു സമരം കാര്യങ്ങളില്ല എങ്കിൽ കൂടിയും സമരം ഇതിനകത്ത് വൈദികരടക്കം അതിനകത്ത് കുത്തിയിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഇതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കാര്യം ആക്കുന്നുണ്ട്. കാരണം വൈകിട്ടടക്കം ഒരു പ്രതിഷേധത്തിനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പോലീസിന്റെ സുരക്ഷയും അതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്ലീസ് എന്തോ അല്ല നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഏറ്റവും സമാധാനപരമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ DCP മാഡമൊക്കെ ഇവിടെ ഉണ്ട്. അത് തികച്ചും സമാധാനപരമായിട്ട് തീരുന്നതാണ് ആഗ്രഹം. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം. കേസുണ്ട്, കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുകൊണ്ട് കേസുണ്ട്. ബാക്കിയുള്ള നമ്മൾ നടപടി പിന്നെ എടുക്കും. സെൻട്രൽ ACP ജയകുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്. കാരണം ഇതൊരു മുൻകരുതൽ നടപടികൾ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്നലെ പോലീസുകാർക്കടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ പറയുന്നൊരു കാര്യം, ബിഷപ്പിന്റെ വികാരിയായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിച്ചിട്ടുള്ള ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയേക്കും എന്ന ഒരു സൂചന കൂടിയുണ്ട്. അതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിയമനത്തെ ഇന്നലെ അവിടെ വലിയ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വരവ് ഒരു പുതിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നേക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും ബാക്കി നിർത്തുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു സംഘർഷ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും ഇവരുടെ പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല എന്നതാണ്. തൽക്കാലം ഇന്നിപ്പോൾ രാവിലെ ഒരു പ്രതിഷേധ സാഹചര്യങ്ങൾ ഇല്ല. പക്ഷെ അതിൽ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ വിശ്വാസികൾ എത്താനുള്ള കാര്യങ്ങളുണ്ട്. രാവിലെ പള്ളിയിലുള്ള കുർബാനയ്ക്കും കാര്യങ്ങൾക്കും ശേഷം വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. ഒപ്പം തന്നെയാണ് വൈദികർക്കെതിരെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ACP വിശദീകരിച്ചതുപോലെ പോലീസുകാർക്കടക്കം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്ക് പറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് വാഹനം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ ഇല്ല മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് തിരിക്കൂ. പരിഹരിക്കപ്പെടുമെന്നാണ്. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ വികാരിയായി നിയമിച്ചിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായി നിയമിച്ചിട്ടുള്ള ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. സഭയുടെ ഉന്നത നേതൃത്വം തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ചുമതലയേൽക്കുക ജോസഫ് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ അദ്ദേഹത്തിന്റെ വികാരിയായി ചുമതലയേൽക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും
ഇന്നലെയാണ് സിനഡിൽ അത്തരമൊരു തീരുമാനമുണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹം ചുമതലയേൽക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ആ ചുമതലയേറ്റതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് മറ്റ് ഔദ്യോഗിക കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടന്നു പോകാൻ കഴിയും. ഏതായാലും ഇന്നലെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നുവെങ്കിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ സഭാ നേതൃത്വം ഇടപെടുന്നു എന്നതിന്റെ മുഴുവൻ സൂചനയുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിയായ കാര്യങ്ങളോട് പ്രതികരിക്കാൻ ബിഷപ്പുമാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ചർച്ചകൾക്ക് ഇവർ അതിരൂപത നേതൃത്വം ഇതിൽ പങ്കാളികളാകുമോ, ഏതെങ്കിലും രീതിയിൽ അതിൽ അവർ കൂടി ഭാഗവാക്കാകുമോ എന്ന കാര്യം കൂടി നിശ്ചയമില്ല. എന്നാൽ ഇവർ കൂടി പങ്കെടുത്താൽ മാത്രമേ ആ ചർച്ചയിൽ തങ്ങളുള്ളൂ എന്നാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്. ഒന്നുകിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ പങ്കെടുക്കണമെന്നതാണ്. ഒരുപക്ഷെ ജോസഫ് പാംപ്ലാനി അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത വളരെ സജീവമായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ച് ഇന്ന് തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കാൻ അകത്തേക്കെല്ലാം തന്നെ പോയിട്ടുണ്ട്. മറുഭാഗത്ത് വൈദികരടക്കം അവിടെ അപ്പുറത്ത് സമരം ചെയ്യുന്നുണ്ട്. ഏതായാലും അത് ആ ഭാഗത്താണ്. പോലീസ് ഇതിനകത്തും ബിഷപ്പ് ഹൗസിനകത്തും പുറത്തുമായിട്ട് പോലീസ് സന്നാഹവും ശക്തമാണ്. ഇന്ന് ഈ രാവിലെ വലിയ രീതിയിൽ വിശ്വാസികൾ ഇവിടേക്ക് ഏകോപിച്ചുകൊണ്ട് വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഇന്നലത്തേതിന്റെ ഒരു സമാനമായ കാഴ്ചകളല്ല രാവിലത്തേത് ഇപ്പോൾ ഇവിടെയുള്ളത്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് അതിനെ ഏതായാലും കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച ഇതിനകത്തേക്ക് ജോസഫ് പാംപ്ലാനി അടക്കം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് ഹൗസിനകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ഒരു ചുമതലയടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പുറത്ത് മറുഭാഗത്ത് വൈദികരുടെ സമരം തുടരുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ സംഘർഷ സാധ്യതയുള്ള ഒരു സാഹചര്യങ്ങളോ സമരഭരിതമായ ഒരു സാഹചര്യമോ അല്ല. തികച്ചും സമാധാനമായ ശാന്തമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ഒരു ചുമതല ഏറ്റെടുക്കുന്നതിന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ ജോസഫ് പാംപ്ലാനിയുടെ നിയമനം സമരം ചെയ്യുന്നവരടക്കം ഈ അൽമായ മുന്നേറ്റവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നിയമനം സഹർഷം ഏറ്റെടുക്കുകയായിരുന്നു. കാരണം അത് പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങൾ കാണുന്നത്. ഇതിനു മുൻപ് പല രീതിയിലുള്ള ചർച്ചകൾക്കും ജോസഫ് പാംപ്ലാനി നേതൃത്വം നൽകിയിട്ടുണ്ട്. ചിലതെല്ലാം തന്നെ ഇവർക്ക് സ്വീകാര്യമാവുന്ന രീതിയിലുള്ളതായിരുന്നു, അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന വിലയിരുത്തലുകളുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നു എന്നതിനെ ശുഭസൂചകമായിട്ട് തന്നെയാണ് പലരും കാണുകയും ചെയ്യുന്നത്. ഇനി അറിയേണ്ടത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നതാണ്. പോലീസ് വലിയ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. DCP അശ്വതി ജിജി അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാർ ഇവിടെയുണ്ട്. പോലീസ് സന്നാഹം വലിയ രീതിയിൽ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കൂടി ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിലായിരുന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അകത്ത് ഇപ്പോൾ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ ഇതിന്റെ വികാരിയായിട്ട് ചുമതല നിയമിച്ചിട്ടുള്ള ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും എത്തിയിരിക്കുന്നു. ഇനി മുന്നോട്ട് അതായത് വൈകിട്ട് നടക്കുന്ന ചർച്ചകൾക്ക് ഏത് രീതിയിൽ കളമൊരുങ്ങുന്നു എന്നതാണ് അറിയേണ്ടത്. ഇവർ ഇപ്പോൾ വൈദികരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചകൾ നടത്തുമോ എന്നതും വ്യക്തമല്ല. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ജോസഫ് പാംപ്ലാനി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഇവരുമായിട്ട് സംസാരിക്കണം, അദ്ദേഹം ഇവിടേക്ക് വരാൻ തയ്യാറാകണം, തങ്ങൾ ഒരു വേള ഇതിൽ നിന്ന് പിന്തിരിയാനും അടക്കം ഒരു സാഹചര്യം അതിലുണ്ടാകുമെന്ന് ചില പറച്ചിലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു. ചുമതല ഏൽക്കാനാണെങ്കിൽ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു ചർച്ചകൾക്ക് ഇവിടെ അതിനു മുൻപായിട്ട് വൈകിട്ട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. അതിനു മുൻപ് ഏതെങ്കിലും രീതിയിൽ അനൌദ്യോഗികമായി ചർച്ചകളിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സജിത്ത്, ഡാനി, ഒരു കാര്യം, ഈ ജോസഫ് പാംപ്ലാനി അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ദൗത്യത്തിൽ വിമത വിഭാഗം എത്ര കണ്ട് ഈ അദ്ദേഹത്തിന്റെ പുതിയ ചുമതലയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരു ബോസ്കോ പുത്തൂറിന് പകരം ജോസഫ് പാംപ്ലാനി വരുമ്പോൾ ഈ ദൗത്യം അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാര സാധ്യത എത്രമാത്രമുണ്ട്? ഈ ഒരു പുതിയൊരാൾ വരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സാധ്യത എത്രമാത്രമുണ്ട്? എന്താണ് നിലവിൽ ഈ വിമത വിഭാഗത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട്?
സജിത, ഇന്നലെ തന്നെ അവർ അദ്ദേഹത്തിന്റെ നിയമനങ്ങൾ സ്വാഗതം ചെയ്യുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് പ്രതീക്ഷയോടെ കാണുന്നു എന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിൽ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂരിന്റെ നിലപാടുകൾ അത് തങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, തങ്ങളുടെ ആശയങ്ങളെ, തങ്ങളുടെ അഭിപ്രായങ്ങളെ ഇവർ മാനിക്കുകയില്ല എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ബോസ്കോ പുത്തൂരിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് മറുവിഭാഗം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്നലെ അഡ്മിനിസ്ട്രേറ്റർ ഒരു അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന കാര്യത്തിൽ ഒരു അദ്ദേഹം അവിടെ നിന്ന് രാജിവെക്കുന്നു. അത് ആ തസ്തിക തന്നെ ഇല്ലാതാകുമ്പോൾ പ്രധാനമായും തന്നെ ഇവർ പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ അത് പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ഭരണസമിതി വരും, കൂരിയ അടക്കമുള്ള കാര്യങ്ങൾ വരും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ കൂരിയക്കെതിരെ, ഭരണസമിതിക്കെതിരെ എല്ലാം തന്നെ ശക്തമായ വികാരമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയ സംവിധാനം വരുമ്പോൾ പുതിയ ആളുകൾ വരും, അതിൽ തങ്ങളെ കൂടി കേൾക്കാൻ കഴിയാവുന്നവർ ആ കൂട്ടത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഇവർ ബാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. ഇനി അത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ? പുതിയ ഭരണസമിതി അടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും പുതിയ ഭരണസമിതിയും കാര്യങ്ങൾക്കുമെല്ലാം തന്നെ രൂപീകൃതമാകുമ്പോൾ ആ പ്രതീക്ഷ തന്നെയാണ് വിമത വിഭാഗവും അതിൽ ശ്രദ്ധിക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ തങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാവുന്നവർ ഇതിലേക്ക് വരികയും കുറച്ചുകൂടി കാര്യങ്ങൾ അനുകൂലമാകുകയും ചെയ്യുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിൽക്കുന്നത്. എങ്കിലും അവിടെയും ചില വിഷയങ്ങളുള്ളത്. ഈ ഏകീകൃത കുർബാന, അതോടൊപ്പം ജനാഭിമുഖ കുർബാന, ഈ വിഷയങ്ങളിൽ കുർബാന വിഷയങ്ങളിൽ സിനഡ് ശക്തമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് തന്നെയാണ്. അതിൽ ജോസഫ് പമ്പ്ലാനിക്കടക്കം എത്ര കണ്ട ഇതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയോട് സമരസപ്പെടാൻ കഴിയുമെന്ന ചോദ്യമെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ഒരു പരിഗണന എന്ന് പറയുന്നത് വൈദികരും അതോടൊപ്പം തന്നെ ഈ ഔദ്യോഗിക പക്ഷവും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഔദ്യോഗിക പക്ഷവും തമ്മിൽ തുടരുന്ന ഈ പോർവിളിയുണ്ട്. അതിൽ ഒരു ശമനം വരുത്തുക എന്നതായിരിക്കും. പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പ് ഹൌസ്, ഇത് നമ്മൾക്ക് കാണാം പോലീസിനെ കൊണ്ടും ബാരിക്കേഡുകൾ കൊണ്ടും, ഇത് മുഴുവനായ ബാരിക്കേഡുകൾ കൊണ്ട് ഇതിന്റെ ഒരു മുൻവശം അടച്ചിരിക്കുന്നു എന്നതാണ്. അതിന്റെ ഒരു ഭാഗം, ഗേറ്റിന്റെ ഒരു ഭാഗം ഇന്നലെ സമരക്കാർ പൊളിച്ചു നീക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും ഒരിക്കലും കേട്ടുകേൾവി പോലും ഇത്തരം ഒരു ഈ സഭയുമായി ബന്ധപ്പെട്ട ഇല്ലാതിരുന്നതാണ് അത്തരം ഒരു കനത്ത പ്രതിഷേധം വന്നു. അപ്പോൾ ആ ഒരു പ്രതിഷേധങ്ങൾക്ക്, ആ വലിയ ശബ്ദങ്ങൾക്ക് അത് എത്ര കണ്ട കുറവ് വരുത്താനായിട്ട് കഴിയും എന്നത് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ ജോസഫ് പമ്പ്ലാനി ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചർച്ചയുടെ വാതിലുകൾ പതുക്കെയെങ്കിലും തുറക്കുകയാണ് എന്നൊരു പ്രതീക്ഷ കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ട്. സജിത. യെസ്.